ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി പൊരിച്ചതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കിലോ മത്തി നല്ലപോലെ വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെറിയ തക്കാളി മുറിച്ചെടുത്തത്, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം ഒന്നുകൂടെ അരച്ചെടുത്തതാണിത്. ഇത് ഈ മസാല ഈ മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ലാസ്റ്റ് ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുക്കുന്നത് വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ മസാലയൊക്കെ ഈ മീനിൽ എല്ലായിടത്തും പിടിക്കും പോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ച് ചേർത്ത് കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മസാലയൊക്കെ തിരുമിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ചു വരട്ടെ. മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടിൽ തന്നെ ഇത് വെച്ച് കൊടുക്കാം. മീനെല്ലാം പാനിൽ വെച്ചതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇതായി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയും കൂടെ ആയി വരട്ടെ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയും കൂടെ പൊരിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.